വാഴ കൃഷി ഒന്ന് പരിചയപ്പെടാം. വാഴ എങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് നോക്കണം. എൻ്റെ പറമ്പിൽ നല്ലോണം വാഴകൾ വെച്ചിട്ടുണ്ട്. ഇതൊരു പാളംകോടൻ്റെ വാഴയാണ്, അത് കുരച്ചിട്ടുമുണ്ട്. ഇതാണ് ഇതിൻ്റെ തള്ളത്തൈ. ഇതിൽ നിന്ന് ഒരു കൊല മൂത്തിട്ടില്ല, മൂക്കാറായിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരെണ്ണം നമ്മൾ ഇപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു, അത് നമ്മൾ കൊല വെട്ടിയെടുത്തു. അപ്പോൾ ആ കൊല വെട്ടിനോട് കൂടിയിട്ട് നമുക്ക് വാഴത്തൈ ഇങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു വെക്കുക എന്നാണ് പറയുക. വാഴ തൈ ചെറിയ തൈകൾ പിരിഞ്ഞു വെക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ തൈ ഏകദേശം നല്ല കരുത്തൊക്കെ ഉണ്ട്. ഇതിന് ഇനി പറിച്ചെടുക്കാൻ പോകണം. ഇത് പാളയംകോടൻ്റെ വാഴയാണ്. ഇതിൽ പിണ്ടിയും ഒക്കെ വളരെ ഗുണമുള്ളതാണ്. പിണ്ടി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ തരം അസുഖങ്ങൾക്കും നല്ലതാണ്. പിന്നെ ഈ തൈ നല്ല ശക്തിയൊക്കെ ഉണ്ട്. നല്ല കരുത്തുള്ള വാഴത്തൈ വേണം നമ്മൾ പിരിഞ്ഞു വയ്ക്കാനായിട്ട്. അപ്പോൾ ഈ തൈയിനെ ഞാൻ പറിച്ചെടുക്കാൻ പോകാം. ഇനി നമ്മുടെ തൈ നമ്മളിപ്പോൾ പിരിച്ചെടുക്കാൻ പോകണം. വാഴയുടെ തള്ളത്തൈന്ന് ചെറു തൈ പിരിച്ചെടുക്കാൻ പോകണം. അതിൻ്റെ വേരൊക്കെ ഒന്ന് പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ നമ്മൾ മണ്ണ് നീക്കിയിട്ട് വേണം തൈ എടുക്കാനായിട്ട്. ഇലകളൊക്കെ മുറിക്കാം നമുക്ക്. അപ്പോൾ നല്ല കരുത്തോട് കൂടിയിട്ട് ഇനി പുതിയ ഇല വരും കുഴിച്ചിടുമ്പോൾ. പാളംകോടൻ്റെ തൈയിനത് നല്ല ഒക്കെ കായ്ക്കൊലയും എല്ലാതും നല്ല വിറ്റാമിൻ ഉള്ളതാണ്. പിണ്ടി 1-ാം നമ്പറുള്ള എല്ലാവരും പിണ്ടി ജ്യൂസായിട്ടും പിണ്ടി ഉപ്പേരിയായിട്ടും സലാഡ് അങ്ങനെ എല്ലാ രീതിയിലും പാളംകോടൻ്റെ പിണ്ടി ഉപയോഗിക്കും. പറമ്പിൽ കുഴിച്ചിടുന്നപ്പോൾ എല്ലാവരും സിമെൻറ്റ് ചാക്കുകളിലൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്, വളം ചേർത്തിട്ട്. പറമ്പുള്ള കാരണം പറമ്പിലാണ് കുഴിച്ചിടുന്നത്. ഇനി ആ തൈ ഒന്ന് നമ്മൾ ക്ലിയർ ആക്കണം. അതിൻ്റെ വേരുകളൊക്കെ ഉണ്ടല്ലോ, നല്ല പഴയ വേരുകളൊക്കെ കത്തി കൊണ്ടൊന്ന് ചെത്തി കളയണം. ഇങ്ങനെ ചെത്തി നല്ല തൈ നല്ല ക്ലിയർ ആക്കണം. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വാഴത്തൈ കുഴിച്ചിടാനായിട്ട്. അപ്പോഴേ നല്ല കായക്കൊല കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ മണ്ണ് ഇളക്കി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കുഴി കിട്ടാനായിട്ട്. അതൊന്ന് അതിൻ്റെ വാഴയുടെ തൈൻ്റെ കട വെക്കണ സൈസ് നമ്മളൊന്ന് കുഴിയൊന്ന് എടുക്കാം. എന്നിട്ട് ആ തൈ കുഴിച്ചിടാം. ചപ്പ് ചവറൊക്കെ ചേർക്കുന്നത് നല്ലത്. ഈ ഭാഗത്ത് ഞാൻ കുറച്ച് ചപ്പ് ചവറ് വെച്ചിട്ട് വാഴത്തൈ കുഴിച്ചിടാൻ വേണ്ടി ഒന്ന് മണ്ണുകൊണ്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വളം നല്ലോണം കിട്ടാനായിട്ടാണ്. അപ്പോൾ ഒരു ഇല നിർത്തിയിട്ടുള്ള ബാക്കി ഇലയൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെ പഴയ വേരുകളൊക്കെ കളഞ്ഞു, നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇത് മണ്ണിലേക്ക് വെക്കുക. അതിൻ്റെ കട വെച്ച് മണ്ണ് കൂട്ടാം. അതിന് വേണ്ടി നമ്മൾ 1:1:1 നമ്മൾ ചാണപ്പൊടി, വെണ്ണീർ, വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് ഒരു ചട്ടിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഒക്കെ ഒരുപോലെ എടുക്കാം. എന്നിട്ട് അത് നമ്മൾ കടയ്ക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മണ്ണ് മൂടാം. ഇത്ര മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കായ്ക്കൊല ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് വാഴ കെട്ടിക്കൊടുക്കുക, അങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം നമ്മുടെ വാഴ നല്ല കായ്ക്കൊലൊക്കെ ഒടിഞ്ഞു പോവാണ്ടും ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ വാഴ തൈ ഒന്ന് വലുതാകുമ്പോൾ 1 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴോ കടയ്ക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിണ്ടികേട് അങ്ങനത്തെ കേടുകൾക്കൊക്കെ ഒരു കുറവുണ്ട്. അത് അങ്ങനെ ചെയ്താൽ മതി. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അമർത്തി നിർത്താം. ഇവിടെ വാഴത്തൈ മണ്ണിൽ ഉറച്ച് നിന്നോളും.